ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ബാംഗ്ലൂരിലുള്ള ഇസ്കോൺ ടെമ്പിളിലേക്കുള്ള യാത്രയിലാണ്. ബാംഗ്ലൂരിലെ രാജാജി നഗറിലാണ് ഇസ്കോൺ ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. രാത്രി 8:30 വരെയാണ് അമ്പലം ഉള്ളത്. ഇസ്കോൺ ഫൗണ്ടേഷൻ്റെ കീഴിലുള്ള ഒരു അമ്പലമാണിത്. ലോകത്ത് പല രാജ്യങ്ങളിലും അതിൽ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലൊക്കെ ഇസ്കോൺ ടെമ്പിൾ ഉണ്ട്. ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് ഇസ്കോൺ പ്രസ്ഥാനം. ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്നു. ഇപ്പോൾ ശ്രീകൃഷ്ണനെ പരമമായ ദൈവമായിട്ട് ആരാധിക്കുന്ന ഒരു ഹിന്ദു മതത്തിൽ തന്നെ പെട്ട ഒരു പ്രത്യേക സൊസൈറ്റിയാണ് ഇസ്കോൺ പ്രസ്ഥാനം. ഇപ്പോൾ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മുടെ ചെരുപ്പൊക്കെ പുറത്ത് സൂക്ഷിക്കാൻ സൗകര്യമുണ്ട്. കൃഷ്ണനെയും രാധേനെയും കൂടി ചേർത്തിട്ട് രാധാകൃഷ്ണ പ്രതിരൂപത്തിനോട് ആരാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ അത് അമ്പലത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ്. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ ഒരു ഭജനയും പൂജയൊക്കെ നടക്കുവാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. നല്ല ഇഷ്ടപ്പെട്ടു.
അപ്പോൾ അമ്പലത്തിൽ ഭജനയൊക്കെ കഴിഞ്ഞ് നട അടച്ചു. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ തിരിച്ച് നമ്മൾ ഇറങ്ങുന്നത് താഴേക്കാണ്. അപ്പോൾ താഴേക്ക് ഇറങ്ങുന്ന ഭാഗത്ത്, അതായത് അണ്ടർഗ്രൗണ്ടിലുള്ള പല മുറികളിലും ഇങ്ങനെ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട പല കരകൗശല വസ്തുക്കൾ, ഫോട്ടോകൾ, ബുക്കുകളൊക്കെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതെല്ലാം കുറച്ച് നേരം നോക്കി 1-2 ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു. പിന്നെ ഇതിൻ്റെ താഴെ സ്വീറ്റ്സ് ഒക്കെ വെക്കുന്ന സ്ഥലമായിരുന്നു കേട്ടോ. അവിടെ പല വെറൈറ്റിയിലുള്ള സ്വീറ്റ്സ്, സമൂസ, അങ്ങനെ കുറേ സ്നാക്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ അവിടേക്ക് പോയി. അപ്പോൾ അവിടെ നിന്ന് 1-2 സാധനങ്ങളൊക്കെ സ്വീറ്റ്സും ഒക്കെ വാങ്ങി കഴിക്കാനൊക്കെ ഉള്ള സ്ഥലവും പിന്നെ കുടിവെള്ളം, ഹാൻഡ് വാഷിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയെല്ലാം ഒന്ന് പോയി. അപ്പോൾ ഇസ്കോൺ പ്രസ്ഥാനത്തോടനുബന്ധമായിട്ട് അക്ഷയപാത്ര ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രസ്ഥാനം കൂടിയുണ്ട്. അത് പാവപ്പെട്ട കുട്ടികൾക്ക് സൗജന്യമായിട്ടുള്ള ഭക്ഷണത്തിനും പഠനത്തിനൊക്കെ സഹായം ചെയ്യുന്നതാണ്. അതിനേക്ക് വേണമെങ്കിൽ നമുക്ക് ഡൊണേഷനൊക്കെ ചെയ്യാം. ഇനി അമ്പലത്തിൽ എല്ലാ സ്ഥലവും സൗജന്യ ഭക്ഷണ വിതരണം പ്രസാദമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രസാദം കഴിക്കാനുള്ള സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ദേവൂടിന് പറ്റിയ 1-2 കുട്ടികളെല്ലാം കിട്ടി ദേവൂടിന് അവരുമായിട്ട് കളിക്കുവാണ്. ഇവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് ഒരു പ്രത്യേക ഒരു ഇലയിലാണ് കേട്ടോ. ഒരു ഇല കൊണ്ട് ഉണ്ടാക്കിയ പാത്രത്തിലാണ്. അപ്പോൾ അതിൻ്റെ പരിസ്ഥിതി സൗഹൃദമായിട്ടാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇവിടെ അമ്പലത്തിൽ എപ്പോഴും നല്ല വൃത്തിയായിരിക്കും. വൃത്തിയാക്കാനൊക്കെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു ഇസ്കോൺ ടെമ്പിൾ വിസിറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 4:30 അമ്പലം തുറക്കും. പിന്നെ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് പൂജ ടൈമിങ്ങുകളൊക്കെ. പിന്നെ വൈകിട്ട് 4 മണിക്ക് തുറന്നു കഴിഞ്ഞാൽ രാത്രി 8:30 വരെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ് ഒന്നും ചെയ്യാൻ മറക്കരുത്. പിന്നെ അപ്പോൾ പുതിയൊരു വീഡിയോ അടുത്ത ദിവസം വരാം. അപ്പോൾ അതുവരെ ബൈ.